PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 PSC നടത്തിയ LGS നിലവാരത്തിലുള്ള ചോദ്യപേപ്പർ ഡിസ്കഷനാണ് ഇന്ന് ചെയ്യാനായി പോകുന്നത്. എല്ലാം തന്നെ PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ്. ഈ ചോദ്യോത്തരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് തീർച്ചയായും ഉപകാരപ്പെടും. എല്ലാവരും വീഡിയോ മുഴുവനായും കാണുവാനായി ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 2, 3, 4 ശരിയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. വൈകുണ്ഠ സ്വാമികളുടെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നാണ് അറിയപ്പെടുന്നത്. അരുൾനൂൽ എന്നത് അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. 1809 വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിലാണ് അദ്ദേഹം ജനിച്ചത്. രണ്ടാമത്തെ ചോദ്യം: വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 2, 3 പ്രസ്താവനകൾ തെറ്റാണ്. കലാപം നടന്നത് 1812 കുറിച്യ കലാപം നടന്ന വർഷം 1812. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. 1, 4 പ്രസ്താവനകൾ ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം: 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏതാണ്? സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ഹാൻ കാങ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. ഹാൻ കാങ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നേടി. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി. നാലാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 1, 2, 4 മാത്രം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷമാണ് 1885. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പുണ്ടായത്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. നടന്നത് 1929. ശരിയുത്തരം ഓപ്ഷൻ എ 1, 2, 4 മാത്രം. 1924 ബൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായത്. അഞ്ചാമത്തെ ചോദ്യം: 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1, 4 മാത്രം. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ശരിയുത്തരം ഓപ്ഷൻ ഡി 1, 4 മാത്രം. ആറാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 3, 4 മാത്രം. മൂന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവന ശരിയാണ്. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. ISROയുടെ ആദ്യത്തെ ചെയർമാനാണ് വിക്രം സാരാഭായി. സ്പേസ് സെന്റർ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിക്രം സാരാഭായി സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്.
3ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. ISRO സ്ഥാപിതമായ വർഷം 1969. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ്. 7ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം മാത്രം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് അൽ അമീൻ പത്രം ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12-നാണ് ആരംഭിച്ചത്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. 1ഉം 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. 8ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രം. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിലാണ്. കേരള ജ്യോതി പുരസ്കാരം MK സാനുവിന് ലഭിച്ചു. 9ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 2, 3, 4, 1. അതിർത്തി ഗാന്ധിയായ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ മരിച്ചത് 1988-ലാണ്. മലബാർ കലാപം നടന്നത് 1921-ലാണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936-ലാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം 1964-ലാണ്. കാലഗണന അനുസരിച്ച് എഴുതുമ്പോൾ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 10ാമത്തെ ചോദ്യം, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം മാത്രം ശരിയാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17-നാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17-നാണ്. KMRL ആണ് ഇതിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്നത്. KMRL ആണ് ഇതിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. 1ഉം 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. 11ാമത്തെ ചോദ്യം, കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. മണിപ്പൂരിലാണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. 12ാമത്തെ ചോദ്യം, നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരമാണ് അഹമ്മദാബാദ്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരമാണ് അഹമ്മദാബാദ്. 13ാമത്തെ ചോദ്യം, ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലമാണ് ഖാരിഫ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലമാണ് ഖാരിഫ്. 14ാമത്തെ ചോദ്യം, അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി പർവ്വതനിരകൾ. അവശിഷ്ട പർവ്വതങ്ങൾ അഥവാ റെസിജ്വൽ പർവ്വതത്തിന് ഉദാഹരണമാണ് ആരവല്ലി പർവ്വതനിരകൾ. 15ാമത്തെ ചോദ്യം, ക്രിസ്റ്റലൈൻ കായാന്തരിത ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനമാണ് ചുവപ്പ് മണ്ണ് അഥവാ റെഡ് സോയിൽ. ക്രിസ്റ്റലൈൻ കായാന്തരിത ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനമാണ് ചുവപ്പ് മണ്ണ് അഥവാ റെഡ് സോയിൽ. 16ാമത്തെ ചോദ്യം, ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 17ാമത്തെ ചോദ്യം, കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ആന്ത്രാസൈറ്റ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ആന്ത്രാസൈറ്റ്. 18ാമത്തെ ചോദ്യം, മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. മേൽക്കൂര മഴവെള്ള സംഭരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്.
19ാമത്തെ ചോദ്യം മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ എന്നാണ്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ എന്നാണ്. 20ാമത്തെ ചോദ്യം ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതിന്. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. 21ാമത്തെ ചോദ്യം 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് 1937 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് 1937 22ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഉത്തരം ഓപ്ഷൻ സി, ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. 23ാമത്തെ ചോദ്യം താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ദൈവദശകം, നവമഞ്ജരി, ദർശനമാല. ദൈവദശകം, നവമഞ്ജരി, ദർശനമാല ഇവയെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. 24ാമത്തെ ചോദ്യം ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 25ാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ല. അക്കിത്തം അച്യുതൻ നമ്പൂതിരി, അദ്ദേഹത്തിന് 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. MT വാസുദേവൻ നായർ, ONV കുറുപ്പ്. ONV കുറുപ്പിന് ലഭിച്ചത് 2007. 1995 MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ അക്കിത്തത്തിനും MTക്കും ONV കുറുപ്പിനും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 26ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ശരി ഉത്തരം ഓപ്ഷൻ എ, 1ഉം 3ഉം ശരിയാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ് രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും. ഉത്തരം ഓപ്ഷൻ എ. 27ാമത്തെ ചോദ്യം തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് ബംഗാളിലാണ്, ബംഗാൾ. 28ാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. 29ാമത്തെ ചോദ്യം ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ട്രാൻക്യുബാറിൽ. ട്രാൻക്യുബാറിലാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. 30ാമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി. കുറിച്യ കലാപം നടന്നത് 1812. കുണ്ടറ വിളംബരം നടന്നത് 1809 ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. 31ാമത്തെ ചോദ്യം മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശം ഇല്ലായിരുന്നു. ഇത് ശരിയാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്.
32-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1 ഉം 3 ഉം ശരിയാണ്. 1 ഉം 3 ഉം പ്രസ്താവനകൾ ശരിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതം എഴുതിയത്. ഇത് ശരിയാണ്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനും ഉള്ളത്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനും ഉള്ളത്. 33-ാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി 1, 2, 4 ശരിയാണ്. 1993-ലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് നിലവിൽ വന്നത്. 1993-ലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇതും ശരിയാണ്. ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. ഒക്ടോബർ 12. 34-ാമത്തെ ചോദ്യം 2024-ലെ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവരാണ് എസ് സോമനാഥും ഭുവനേശ്വരിയും. 2024-ലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് എസ് സോമനാഥിനും ഭുവനേശ്വരിക്കുമാണ്. 35-ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രം. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം, ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 36-ാമത്തെ ചോദ്യം 2024-ലെ ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ റഷ്യ. റഷ്യയിലെ കസാനിൽ വെച്ചാണ് 2024-ലെ ബ്രിക്സ് സമ്മേളനം നടന്നത്. 37-ാമത്തെ ചോദ്യം കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. 1812-ലാണ് കുറിച്യ ലഹള ഉണ്ടായത്. പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ് കുറിച്യ ലഹള. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ് കുറിച്യ ലഹള. 38-ാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് കേരളീയ സുഗുണ ബോധിനി. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് കേരളീയ സുഗുണ ബോധിനി. 39-ാമത്തെ ചോദ്യം വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 40-ാമത്തെ ചോദ്യം 2024-ൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളാണ് പാലക്കാടും ചേലക്കരയും. 2024-ൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങളാണ് പാലക്കാടും ചേലക്കരയും. 41-ാമത്തെ ചോദ്യം കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 3. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. 42-ാമത്തെ ചോദ്യം 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി വയനാട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് ജില്ല. 43-ാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി.
44-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. 45-ാമത്തെ ചോദ്യം, റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. 46-ാമത്തെ ചോദ്യം, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. 47-ാമത്തെ ചോദ്യം, കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്രയാണ്? 20 എണ്ണം. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ 20 എണ്ണമാണ്. 48-ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിൻ. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. 49-ാമത്തെ ചോദ്യം, 1956-ൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5 ജില്ലകൾ. 1956-ൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. 50-ാമത്തെ ചോദ്യം, കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. 51-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം എന്നാണ്? 1861. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം 1861. 52-ാമത്തെ ചോദ്യം, പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. 53-ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പുന്നപ്ര വയലാർ സമരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ. ഇവയെല്ലാം തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 54-ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ടി കെ മാധവനായിരുന്നു. 55-ാമത്തെ ചോദ്യം, 1817-ൽ ഗൗരി പാർവതി ഭായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കുക. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കുക എന്നതാണ് 1817-ൽ ഗൗരി പാർവതി ഭായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം. 56-ാമത്തെ ചോദ്യം, യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? വി ടി ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് വി ടി ഭട്ടതിരിപ്പാടാണ്. വി ടി ഭട്ടതിരിപ്പാട്. 57-ാമത്തെ ചോദ്യം, 1920-ൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ജനസംഖ്യാനുപാത സംവരണം. ഭരണപരിഷ്കരണം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത്. ഇവ മൂന്നും 1920-ൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. 58-ാമത്തെ ചോദ്യം, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? അർണോസ് പാതിരി. അർണോസ് പാതിരിയുടെ സംഭാവനയായിരുന്നു മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു. 59-ാമത്തെ ചോദ്യം, 1809-ൽ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവ. 1809-ൽ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ്. 60-ാമത്തെ ചോദ്യം, 1859-ൽ ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? ആലപ്പുഴ. ആലപ്പുഴയിലാണ് 1859-ൽ ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ചത്. 61-ാമത്തെ ചോദ്യം, ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ ജി റോസൻ.
ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസനാണ്. 62-ാമത്തെ ചോദ്യം. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥവിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? പ്ലാസൻ്റ. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥവിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലാസൻ്റ. 63-ാമത്തെ ചോദ്യം. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? സ്ക്ലീറൻ കൈമ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്ന കലയാണ് സ്ക്ലീറൻ കൈമ. 64-ാമത്തെ ചോദ്യം. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ. 65-ാമത്തെ ചോദ്യം. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലാണ് വൃക്കാധമനി. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലാണ് വൃക്കാധമനി. ഉത്തരം ഓപ്ഷൻ സി. 66-ാമത്തെ ചോദ്യം. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരി ഉത്തരം ഓപ്ഷൻ ബി. 3ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. 3ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. 67-ാമത്തെ ചോദ്യം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് മൊനീറ. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗത്തെ പറയുന്ന പേരാണ് മൊനീറ. 68-ാമത്തെ ചോദ്യം. ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? സൊമാറ്റോട്രോപ്പിൻ. ഭീമാകാരത്വം സൊമാറ്റോട്രോപ്പിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്. 69-ാമത്തെ ചോദ്യം. കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി. 4 മാത്രം ശരി. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറോവിക് ആസിഡായി മാറുന്നു. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറോവിക് ആസിഡായി മാറുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. 70-ാമത്തെ ചോദ്യം. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? കണ്ണിൽ. ഉത്തരം ഓപ്ഷൻ ബി. കണ്ണ്. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? ഉത്തരം ഓപ്ഷൻ ബി. കണ്ണ്. 71-ാമത്തെ ചോദ്യം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ് യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നത്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ് യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. 72-ാമത്തെ ചോദ്യം. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? സമ്പുഷ്ട യുറേനിയം. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനമാണ് സമ്പുഷ്ട യുറേനിയം. 73-ാമത്തെ ചോദ്യം. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാകും. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാകും. 74-ാമത്തെ ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. വേഗം. 75-ാമത്തെ ചോദ്യം. അന്തരീക്ഷമർദ്ദം അളക്കാനുപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാനുപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. 76-ാമത്തെ ചോദ്യം. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ന്യൂട്രോണിനെ കണ്ടെത്തി. ന്യൂട്രോണിനെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്കാണ്. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു. ജെ തോംസണാണ് പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചത്. ഇലക്ട്രോണിനെ കണ്ടെത്തിയതും ജെ തോംസണാണ്. അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. 3 പ്രസ്താവനകളും ജെ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. 77-ാമത്തെ ചോദ്യം. റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രീൻ. റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രീൻ. 78-ാമത്തെ ചോദ്യം. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ഹെൻറി ബെക്കുറലാണ്. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ഹെൻറി ബെക്കുറൽ.
79-ാമത്തെ ചോദ്യം ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? ഉത്തരം ഓപ്ഷൻ ഡി അലൂമിനിയം. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് അലൂമിനിയത്തിൻ്റെ അയിരിനാണ്. 80-ാമത്തെ ചോദ്യം ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. 81-ാമത്തെ ചോദ്യം സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്ററാണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും? ഉത്തരം ഓപ്ഷൻ എ 25 രൂപ. 82-ാമത്തെ ചോദ്യം ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5+3 × 8 - 12 ഹരിക്കണം 4 = 3 എന്ന സമവാക്യം ശരിയാകുക? ഉത്തരം ഓപ്ഷൻ ബി. 83-ാമത്തെ ചോദ്യം രണ്ട് സംഖ്യകളുടെ ലസാഗു 60-ഉം ഉസാഖ 3-ഉം ഈ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ 12-ഉം ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 15. 84-ാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ എ 3. 85-ാമത്തെ ചോദ്യം ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് 80 ml ആയാൽ പാലിൻ്റെ അളവ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 100 ml. 86-ാമത്തെ ചോദ്യം 32 × 10 ഹരിക്കണം 10 - 2-ൽ നിന്ന് 20 കുറച്ചാൽ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 20. 87-ാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ ബി 10. 88-ാമത്തെ ചോദ്യം 16.3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെയും 12.1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 0.5 സെൻറ്റിമീറ്റർ. 89-ാമത്തെ ചോദ്യം എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 7575 ആണെങ്കിൽ അവസാന നോട്ടിൻ്റെ നമ്പർ ഏതായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി 7634. 90-ാമത്തെ ചോദ്യം വിട്ടുപോയ പദസംഖ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 41. 91-ാമത്തെ ചോദ്യം ഒരു പ്രത്യേക ഭാഷയിൽ ഫയൽ എന്നത് UROV എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ആ ഭാഷയിൽ സോർ എന്നത് എങ്ങനെ എഴുതാം? ഉത്തരം ഓപ്ഷൻ ബി HLFI. 92-ാമത്തെ ചോദ്യം ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളുമുണ്ട് എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി 17 ആണുങ്ങൾ. 93-ാമത്തെ ചോദ്യം ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. ബാക്കിയുള്ള 40 ഓവറിൽ ഏത് റൺ നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക? ഉത്തരം ഓപ്ഷൻ എ 6.25. 94-ാമത്തെ ചോദ്യം ജോസഫ് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് 30 km/മണിക്കൂർ വേഗതയിലും തിരിച്ച് 120 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചു. ഈ രണ്ട് ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 120 km. 95-ാമത്തെ ചോദ്യം 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. ലാഭശതമാനം 8% മാത്രമേ വേണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം? ഉത്തരം ഓപ്ഷൻ ബി 2700 രൂപ. 96-ാമത്തെ ചോദ്യം 3 വയസ്സിൻ്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ എ 4 വയസ്സ്. 97-ാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ ഡി 6. 98-ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 99-ാമത്തെ ചോദ്യം മോഹൻ്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. വരുമാനത്തിൻ്റെ 15% മക്കളുടെ പഠനത്തിനും 28% വീട് ചെലവിനും 10% വാടകയ്ക്കും ഉപയോഗിക്കുന്നു എങ്കിൽ മാസാവസാനം മോഹൻ്റെ സമ്പാദ്യം എത്രയാണ്?
23,500 രൂപ. ഓപ്ഷൻ ഡി. 100-ാമത്തെ ചോദ്യം. 5 മൈനസ് 1/4 പ്ലസ് 2 ഇൻറ്റു 1/2 പ്ലസ് 2 1/4 എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 0. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.